എന്തൊക്കെയാണ് ഈ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നത്? ഇന്നത്തെ അടി ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ആര്യനെയും ജിസൈലിനെയും കുറിച്ച് അനുമോൾ ഒരു സെൻസിറ്റീവായ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുകയാണ്. അവരെ രണ്ടുപേരെയും ഞാൻ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടിട്ടുണ്ട് എന്നാണ് അനുമോൾ പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ടതും വീട്ടിലുള്ള എല്ലാ ഹൗസ്മേറ്റ്സും ഞെട്ടിപ്പോയി. വൈൽഡ് കാർഡ് എൻട്രിയായ മസ്താനിയും അത് ശരിവെച്ചുകൊണ്ട് തന്നെ സംസാരിച്ചു. രാത്രികാലങ്ങളിൽ പുതപ്പിനടിയിൽ നടക്കുന്നതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ് മസ്താനി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇത് ഇത്രയും വലിയൊരു സെൻസിറ്റീവ് കാര്യമായതുകൊണ്ട് തന്നെ ക്യാപ്റ്റനായ നെവിൻ ഒരു മീറ്റിംഗ് വിളിച്ചു. അത് ക്ലിയർ ചെയ്യിപ്പിച്ചു. മറ്റുള്ള ഹൗസ്മേറ്റ്സ് പല ഭാഗത്തു നിന്നും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് ക്യാപ്റ്റനായ നെവിൻ മീറ്റിംഗ് വിളിച്ചത്. ആര്യനും അനുമോൾക്കും പറയാനുള്ളത് എന്താണെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ പറയട്ടെ എന്ന് ക്യാപ്റ്റൻ പറഞ്ഞു. ഇതേ തുടർന്ന് അനുമോൾ വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ജിസൈലിനെ ആര്യൻ കിസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന്. ഇതുപോലെ തന്നെ രണ്ടുപേരും പുതപ്പ് മൂടിക്കൊണ്ട് പല ഞരക്കങ്ങളും കേൾക്കാറുണ്ട് എന്ന് അനുമോൾ പറഞ്ഞു. എന്നാൽ ആര്യനും ജിസൈലും അത് നിഷേധിച്ചു. എന്റെ പുതപ്പിനടിയിൽ ജിസൈലും റെനയും ശൈത്യയും കിടന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ അവരെ എല്ലാവരും കിസ് ചെയ്തെന്ന് കൂടി പറഞ്ഞേക്ക് എന്ന് ആര്യൻ പറഞ്ഞു. എന്ത് ബുൾഷിറ്റാണ് ഈ പറയുന്നത്? എത്രായിരം ജനങ്ങൾ കാണുന്ന ഒരു പരിപാടിയാണ്. എന്തിനാണ് ഇതുപോലത്തെ ഒരു റോങ് മെസ്സേജ് കൊടുക്കുന്നത് എന്നാണ് ആര്യൻ ചോദിച്ചത്. ഒരു പെണ്ണും ആണും കിടന്നപ്പോഴേക്ക് നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞു ഉണ്ടാക്കുന്നത് എന്ന് ആര്യൻ ചോദിച്ചു. അങ്ങനെയെങ്കിൽ അനുമോളും ശൈത്യയും എപ്പോഴും ഒരുമിച്ച് തന്നെയാണ്. അവർ പുതപ്പിട്ട് മൂടിക്കൊണ്ട് ഈ പുതപ്പിനടിയിൽ എന്താണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾ ചോദിക്കാൻ വന്നോ? ഇന്നത്തെ കാലത്ത് അങ്ങനെയും നടക്കുന്നുണ്ടല്ലോ എന്ന് ആര്യൻ അനുമോളോട് പറഞ്ഞു. ഇതേ ചൊല്ലി പുറത്തുനിന്ന് കളി കണ്ടുവന്ന ജിഷിൻ പറഞ്ഞു, ഞാൻ ലൈവിൽ പല കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. അത് ഞാൻ ഡെമോ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നെഗറ്റീവായ ഒരു കാര്യം കാണിച്ചു. അത് മറ്റുള്ള ഹൗസ്മേറ്റ്സിന് എല്ലാവർക്കും ട്രിഗറായി. അതിനെ ചൊല്ലി അക്ബറും ഒണിയലും ജിഷിനുമായി വാക്കേറ്റത്തിലായി. പിന്നീട് അങ്ങോട്ട് ഹൗസിൽ മൊത്തം ബഹളം തന്നെയായിരുന്നു. അനുമോളെ സപ്പോർട്ട് ചെയ്ത് ഒരു വിഭാഗവും ആര്യനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മറ്റൊരു വിഭാഗവുമായി പിന്നെ ഏറ്റുമുട്ടൽ. ജിസൈലിന് വേണ്ടി സംസാരിച്ചു. അനുമോൾക്ക് എന്തിനാണ് ഇത്രയും ദേഷ്യം? ഓരോ പ്രശ്നങ്ങൾ തീർത്തു വരുമ്പോഴേക്ക് പുതുതായിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾ കൊണ്ടുവരികയാണ് അനുമോൾ എന്നാണ് ജിസൈൽ പറയുന്നത്. ആര്യൻ പറഞ്ഞു, ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ആ എപ്പിസോഡുകൾ പുറത്തു കൊണ്ടുവരാൻ ഞാൻ പറയും. ഇത് എന്റെയും ജിസൈലിന്റെയും പേഴ്സണൽ ലൈഫിന് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത്രയും സെൻസിറ്റീവായ കാര്യമായതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രൂഫ് ഞങ്ങൾക്ക് എല്ലാവർക്കും കാണണം. ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അനുമോളുടെ മുഖംമൂടി വലിച്ചു കീറണമെന്നാണ് ആര്യൻ പറയുന്നത്. ഇതിനിടയിൽ അനുമോൾ പറയുന്നുണ്ട്, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളാണ്. അത് ക്യാമറയിൽ പെട്ടിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. ക്യാമറ ഫോക്കസ് അങ്ങോട്ട് പോവാൻ ചാൻസ് ഇല്ല എന്ന്. അപ്പോൾ തന്നെ ഹൗസ്മേറ്റ്സ് എല്ലാവരും പറഞ്ഞു, പിന്നെ എങ്ങനെയാ വിശ്വസിക്കുക? നീ ഒരാൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. പുറത്തുനിന്ന് കളി കണ്ടു വന്നവരൊന്നും ഇവർ കിസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. ഒരുമിച്ച് കിടക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ നിന്നെ വിശ്വസിക്കുക എന്ന് ചോദിച്ചു. അനുമോൾ പറഞ്ഞു, ഞാൻ കണ്ട കാര്യം എന്താണെന്ന് ഞാൻ ഇവിടെ ഡെമോ കാണിച്ചു തരാം. അതിനായി മസ്താനിയുടെ സഹായം തേടി തറയിൽ കിടന്ന് പുതപ്പ് ഇടുമ്പോഴേക്ക് മറ്റുള്ള ഹൗസ്മേറ്റ്സ് എല്ലാം എണീറ്റ് പോയി. ഞങ്ങൾക്കിതൊന്നും കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ എണീറ്റ് പോയി. ഇനി ലാലേട്ടൻ വന്നു കഴിഞ്ഞാലുള്ള എപ്പിസോഡിൽ നമുക്ക് ബാക്കി ഭാഗം കാണാം.